ഇത് സ്നാക്സ് മേഖലയാണ്. നമ്മുടെ യാത്രക്കാർക്ക് ഈ വണ്ടിയിൽ തന്നെ സ്നാക്സ്, കോഫീസ്, ചായ, ഡ്രിങ്ക്സ് കൊടുക്കുന്ന സ്ഥലമാണിത്. വളരെ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് എന്ന് പറയുന്നത് നമ്മുടെ രക്ഷാ കവചമാണ്. യാത്രാ മധ്യത്തിൽ ആർക്കെങ്കിലും അപകടം സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടുന്നുള്ള രക്ഷാ മാർഗമാണ്. വളരെ കംഫർട്ടബിളായ സീറ്റുകളാണ്. ഇരിക്കാൻ നല്ല സുഖമായിരിക്കും. സൗകര്യപ്രദമായിട്ട് ഫാനുകൾ, ആവശ്യം പോലെ ഫാനുകൾ ഓരോ റോയിലും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സൗണ്ട് സിസ്റ്റം ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ വ്യത്യസ്തമായ കാര്യം. യാത്ര ചെയ്യുന്ന ആളുകൾ ഒരു ഫാമിലി ആണെങ്കിലും ഇൻഡിവിജ്വൽ ആണെങ്കിലും ഒരു സൗണ്ട്, ഒരു മൈക്ക് വെച്ചൊരു പാട്ട് പാടാൻ താല്പര്യമുണ്ടെങ്കിൽ പാടാം. ഇത്രയും മനോഹരമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നമസ്കാരം. പർപ്പിൾ മീഡിയ ടൂറിസം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് എത്തി നിൽക്കുന്നത് കൊല്ലം അഷ്ടമുടി കായലോരത്താണ്. നാളെ സംസ്ഥാനത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി, കൊല്ലത്തിൻ്റെ മന്ത്രിയായ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഈ ബോട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ബോട്ടിൻ്റെ പേര് സി അഷ്ടമുടി എന്നാണ്. 8 കരകളിലും ഈ ബോട്ട് യാത്ര ചെയ്യും. ഇതിൽ യാത്ര ചെയ്യുന്ന ആളുകൾ അഡ്വാൻസായിട്ട് ബുക്ക് ചെയ്യാം. ഇതിൻ്റെ സൗകര്യം താഴത്തെ നിലയിലും മുകളത്തെ നിലയിലും 2 നിലയായിട്ടാണ് ഈ ബോട്ടിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. വളരെ മനോഹരമായ നമ്മുടെ അഷ്ടമുടി കായലോരത്തിൻ്റെ യാത്ര ഭംഗി കണ്ട് ആസ്വദിക്കുവാൻ ഈ ബോട്ടിലുള്ള യാത്രക്കാർക്ക് കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ സീ ബോട്ട് എന്ന ഈ പദ്ധതി കൊല്ലം ജില്ലയുടെ ടൂറിസത്തിന് വളരെ അധികം മേൽക്കോയ്മ എത്തിക്കുകയും മറ്റ് ശ്രേണികളിൽ യാത്രക്കാർ, സംസ്ഥാനത്തുള്ളവരും പുറത്തുള്ള യാത്രക്കാർക്കും ഈ ബോട്ടിൽ യാത്ര ചെയ്യാൻ അവരും നമ്മുടെ പ്രദേശത്തിൻ്റെ കാഴ്ചകൾ കാണുവാനും കണ്ടാസ്വദിക്കുവാനും എത്തുമെന്ന് നമ്മളും പ്രതീക്ഷിക്കുന്നു. കൊല്ലത്തു നിന്നും ക്യാമറമാൻ സോണി വിദ്യാധരനോടൊപ്പം താജ് കൊല്ലം.